ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ടോപ്പ് 6 മോസ്റ്റ് അഗ്രസീവ് ഫിഷ് ഫോർ യുവർ അക്വേറിയം. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ ഫിഷിനെ കുറിച്ച് ബിഹേവിയറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇവർ വളരെ വളരെ അഗ്രസീവ് ഫിഷാണ്. ഈ ലിസ്റ്റിലുള്ള എല്ലാ ഫിഷസും അത്യാവശ്യം വളരെ അഗ്രസീവ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവരെ എല്ലാവരെയും സോളോ ആയിട്ട് വളർത്തുന്നതാണ് ഏറ്റവും നല്ലത്. സോ ഇവരുടെ ടാങ്ക് സൈസ് പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം ഒരു 4 feet എങ്കിലും നിങ്ങൾ മിനിമം ഈ ഫിഷസിനൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക. സോ ബിഗിനേഴ്സിനെ വാങ്ങിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ആക്ച്വലി ഈ ഫിഷിനെ ബിഗിനേഴ്സിനെ വളർത്താം, എന്നാൽ സോളോ ആയിട്ട് മാത്രമേ വളർത്താൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാക്കി ഫിഷസിനെയൊക്കെ ഇവർ ഡിസ്ട്രോയ് ചെയ്യാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. സോ എന്തായാലും നമുക്ക് ടോപ്പ് 6ലേക്ക് പോകാം. ഒന്ന് 6th പ്ലേസ് ഞാൻ പറയുന്നത് ടെക്സസ് സിക്ലെറ്റ് ആണ്. അത്യാവശ്യം കമ്മ്യൂണിറ്റി ടാങ്കിലൊക്കെ കണ്ടുവരുന്ന ഒരു ഫിഷ് തന്നെയാണ്. നമ്മുടെ ബ്ലഡ് പാരറ്റിനൂടെയൊക്കെ പെയർ ചെയ്ത് വളർത്താൻ പറ്റിയ നല്ല ഫിഷസ് ആണ് ഈ ടെക്സസ്. പക്ഷേ ഇവിടെ പ്രശ്നം വെച്ചാൽ സം ടൈംസ് ചില മെയിൽ ഫിഷസ് വളരെ വളരെ അഗ്രസീവായിട്ട് കാണാറുണ്ട്. സോ ആ ടൈമിൽ നിങ്ങൾ ആ മെയിലിനെ മാറ്റിയിടേണ്ടതാണ്, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫിഷിനെ എല്ലാവരെയും ഹേർട്ട് ചെയ്യാൻ ഈ ഫിഷിന് സാധിക്കും. സോ നമ്മൾ ശ്രദ്ധിച്ച് വളർത്തുക. പിന്നെ ഇവരുടെ ഒറിജിൻ എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ് ആണ്. ഒരു 13 inch സൈസ് വരെ വളരുന്ന ഫിഷാണ്. പിന്നെ ഇവിടെ മെയിലിൽ ചെറിയ രീതിയിൽ ഹമ്പ് ഫോം ചെയ്യുന്ന ഫിഷാണ്. അതുകൊണ്ട് നിങ്ങൾ അഡൽറ്റ് ആകുമ്പോൾ ഇവർക്ക് മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ ഈസിയാണ്. പിന്നെ ഇവർ 3 കളറിലാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഗ്രീൻ, റെഡ്, ബ്ലൂ, ഈ 3 കളറിലും അവൈലബിൾ ആണ്. അത്യാവശ്യം നമ്മുടെ എല്ലാ ലോക്കൽ സ്റ്റോറിലും അവൈലബിൾ ആയിട്ട് വരുന്ന ഒരു ഫിഷ് കൂടിയാണ്. സോ എന്തായാലും നമുക്ക് 5th പ്ലേസിലേക്ക് പോകാം. 5th പ്ലേസ് ഞാൻ പറയുന്നത് സീബ്ര തിലാപ്പിയാണ്. ഇപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് അഗ്രസീവ് ഫിഷ് തന്നെയാണ് ഈ സീബ്ര തിലാപ്പിയ. ഇവർ ആക്ച്വലി അത്യാവശ്യം നമ്മുടെ കടയിലൊക്കെ അവൈലബിൾ ആയിട്ട് വരുന്ന ഫിഷ് തന്നെയാണ്. ചീപ്പ് റേറ്റ് തന്നെ നിങ്ങൾക്ക് ഈ ഫിഷിനെയൊക്കെ വാങ്ങാൻ സാധിക്കും. വളരെ ചെറിയ സൈസിലായിരിക്കും നിങ്ങൾക്ക് ഇവരെ കിട്ടുന്നത്. ആ ടൈമിൽ ഇവർ അഗ്രസീവ് ആകില്ല. എന്നാൽ ഒരു 3 to 4 month കഴിയുമ്പോൾ ഇവരുടെ അഗ്രസീവ്നെസ് കൂടി വരുന്നത് കാണാം. സോ ഇവർ സിംഗിളായിട്ട് വളർത്തുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അത്യാവശ്യം എക്സ്പീരിയൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഫിഷിനെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ ഒറിജിൻ വരുന്നത് വെസ്റ്റ് ആഫ്രിക്കൻ റീജിയൻ ആണ്. പിന്നെ ഇവർ അത്യാവശ്യം വലിയ സൈസ് ആവും, അതുകൊണ്ട് തന്നെ വലിയ ടാങ്ക് വയ്ക്കാൻ ശ്രമിക്കുക. 4th പ്ലേസ് ഞാൻ പറയുന്നത് ഫ്ലവർ ഹോൺ ഫിഷാണ്. ഇതൊരു ഹൈബ്രിഡ് ഫിഷാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ കടയിലും ഈസിയായിട്ട് അവൈലബിൾ ആകുന്ന ഒരു ഫിഷും കൂടിയാണ്. അത്യാവശ്യം കോസ്റ്റ്ലി ആണിത്. അത് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങുക. അത്യാവശ്യം നല്ല രീതിയിൽ പെറ്റായിട്ട് ഇണങ്ങുന്ന ഒരു ഫിഷാണ് ഈ ഫ്ലവർ ഹോൺ. സോ നമുക്ക് 3rd പ്ലേസ് ഞാൻ പറയുന്നത് ജാഗ്വാർ സിക്ലെറ്റ് ആണ്. ഇത് അത്യാവശ്യം റെയർ ആയിട്ടുള്ള ഫിഷാണ്. നമുക്ക് അധികം കിട്ടുന്ന ടൈപ്പ് ഫിഷ് അല്ല. നമ്മുടെ സ്റ്റോറിലൊക്കെ അത്യാവശ്യം റെയർ ആണ്. പക്ഷെ കിട്ടുന്നെങ്കിൽ നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. ഇവരെ സിംഗിളായിട്ട് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. വളരെ വലിയ സൈസിൽ ഇവർ വളരാൻ സാധ്യതയുണ്ട്. പിന്നെ 15 to 20 years വരെ നിങ്ങളുടെ കൂടെ ഈസി ആയിട്ട് ഇവർക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കും. അത്യാവശ്യം വലിയ ടാങ്ക് പ്രൊവൈഡ് ചെയ്താൽ മാത്രം മതി. പിന്നെ ഇവരുടെ ഡോട്ട്സ് ആണ് ഏറ്റവും ഭംഗി. നമ്മുടെ ജാഗ്വാറിൻ്റെ ദേഹത്തുള്ള പോലെ ചെറിയ ചെറിയ ഡോട്ടും പാച്ചസും ഒക്കെ ഇവരുടെ ദേഹത്ത് ഫോം ചെയ്യും. അത് നല്ല ജൈജാന്റിക് ആയിട്ട് സൈസിൽ വളരുന്ന ഫിഷാണ്. അതുകൊണ്ട് തന്നെ അത്രയും ഭംഗിയുമാണ്. സോ 2nd പ്ലേസ് ഞാൻ പറയുന്നത് റെഡ് ഡബിൾ ഫിഷാണ്. അത്യാവശ്യം നല്ല അഗ്രസീവ് ആയിട്ടുള്ള ഫിഷാണ്. വാങ്ങുന്നെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് തന്നെ വാങ്ങുക. അത്യാവശ്യം നല്ല സൈസിൽ വളരുന്ന കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ഫിഷാണ്. പിന്നെ ഇവർക്ക് മെച്യൂർ ആകുമ്പോൾ മെയിൽസിന് നല്ല ഹമ്പ് ഫോം ചെയ്യും. പിന്നെ ഇവിടെ കളർ വരുന്ന ഒരു ഓറഞ്ച് ടു യെല്ലോ, റെഡ്, ആ ഒരു റേഞ്ചിൽ വരുന്ന കളേഴ്സിലൊക്കെ ഇവർ അവൈലബിൾ ആണ്. പിന്നെ അവർക്ക് നല്ല ഷാർപ്പ് ടീത്ത് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവർ മറ്റ് മീനിനെയൊക്കെ പരിക്കേൽപ്പിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ സോളോ ആയിട്ട് വളർത്താൻ ശ്രമിക്കുക. സോ 1st പ്ലേസ് ഞാൻ പറയുന്നത് വുൾഫ് സിക്ലെറ്റ് ആണ്. ഇത് അത്യാവശ്യം കേരളത്തിൽ റെയർ ആയിട്ടുള്ള ഒരു ഫിഷാണ്. എന്നാൽ നിങ്ങൾ ഇത് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങാൻ ശ്രമിക്കുക. ഇവർ ജുവനൈൽ സ്റ്റേജിൽ അത്യാവശ്യം നല്ല അഗ്രസീവ്നെസ് കാണിക്കുന്ന ഫിഷ് തന്നെയാണ്. നല്ല ബിഗ് സൈസിൽ വളരുന്ന ഫിഷാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങുന്നെങ്കിൽ അത്യാവശ്യം വലിയ ടാങ്ക് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു 25 years വരെ ഇവർക്ക് ലൈഫ് സ്പാൻ വരുന്ന ഫിഷാണ്. പിന്നെ നിങ്ങൾ ഇവർക്ക് ഹൈ പ്രോട്ടീൻ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ ഇവരുടെ കളർ നല്ല രീതിയിൽ പോപ്പപ്പ് ആയിട്ട് വരുന്നതും കാണാം. സോ ഇതാണ് ഇന്നത്തെ ടോപ്പ് 6. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്ന ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം.